എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ കാണുന്നത് ഒരു മോഡൽ വില്ലേജാണ് കേട്ടോ. യു കെയിൽ തന്നെ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മോഡൽ വില്ലേജ്. ഈ മോഡൽ വില്ലേജിനെ പറ്റിയിട്ടല്ല ഇന്നത്തെ വീഡിയോ ഞാൻ യു കെ വന്ന സാഹചര്യവും എങ്ങനെയാണ് എനിക്ക് യു കെ എന്നും എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോകുന്നതെന്നും ഒക്കെ ഉള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. കാരണം യു കെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ. 2022 ഞങ്ങൾ യു കെയിലോട്ട് വരുന്നത്. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത്. ഇങ്ങോട്ട് വരാനുള്ള ഡിസിഷൻ വളരെ പെട്ടെന്നായിരുന്നു എടുത്തത്. കാരണം കോവിഡ് കൊണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയപ്പം എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു. ഞാനൊരു PSC ആസ്പിറൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുള്ളിയുടെ ജീവിതത്തിൽ കുറച്ച് ടഫ് ടൈമായിരുന്നു. കാരണം വർക്ക് ഭയങ്കരമായിട്ട് പ്രഷറായിട്ട് കോവിഡും ഒക്കെ വന്നിട്ട് അപ്പം നമ്മൾ വിചാരിച്ചു പുറത്തേതെങ്കിലും ഒരു കൺട്രിയിൽ പോകാമെന്ന്. അപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു യു കെയിലോട്ട് പോകുക എന്നുള്ളത് സ്റ്റുഡൻറ്റ് വിസയിൽ. ഇതുവരെ യു കെ ഒന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനം എടുക്കുമായിരുന്നു യു കെയിലോട്ട് വരാമെന്ന്. ആ ഒരു ഡിസിഷൻ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കാരണം നമ്മുടെ പേരൻസിനെ പിരിയണം, നമ്മുടെ നാട് വിടണം, നമ്മുടെ വീട് വിടണം. അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ മനസ്സിലെപ്പോഴും ഓർത്തത് നാട്ടിൽ നിന്നിട്ട് നമുക്ക് വർക്ക് പ്രഷറും കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒന്നും മാറ്റം വരുന്നില്ല. ജീവിതത്തിൽ കുറച്ച് കൂടെ അപ്ഡേറ്റഡ് ആവണം എന്നൊക്കെ വെച്ചിട്ടാണ് യു കെയിലോട്ട് വരാൻ തീരുമാനിച്ചത്. ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാൻ സ്വപ്നത്തിൽ പോലും ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുമില്ല, എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് അറിയത്തതുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് യു കെയിലോട്ട് വരിക? ഭയങ്കര വലിയൊരു ടാസ്ക്കായിരുന്നു. എനിക്കൊരു ബാലികേറ മല തന്നെയാണെന്ന് പറയാം. പക്ഷേ വന്നേ പറ്റത്തുള്ളൂ, പോയേ പറ്റത്തുള്ളൂ. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറി. പിന്നെ രണ്ടും കൽപ്പിച്ചു നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തുടങ്ങി. കാരണം ഇംഗ്ലീഷിലാണ് ഇവിടെ ഇൻ്റർവ്യൂ. നമുക്ക് കോളേജ് സെലക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിൽ നിന്നൊരു ഇൻ്റർവ്യൂ കാണും. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ പാസ്സാവണം, എന്നാലേ ഫർദറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ ഒരു ആപ്പ് എടുത്തിട്ട് അത്രയും പോപ്പുലറൊന്നും അല്ലാത്തൊരു ആപ്പാണ് കേട്ടോ. പക്ഷേ അതിൽ ഭയങ്കര ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്തവരായിരിക്കും, പക്ഷേ നമുക്ക് അവരോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പുറം രാജ്യത്തു നിന്നുള്ളവരോടത്തും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പ്. ആ ആപ്പ് വഴി ചുരുക്കം ഒരു 5-6 ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്തു. അതിന് ശേഷം ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിൽ അൽഹംദുലില്ലാ പാസ്സാവാൻ പറ്റി. പിന്നെ കുറേ നാളത്തെ കാത്തിരിപ്പായിരുന്നു. നമുക്ക് കോളേജിൽ നിന്നും സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കുക. അത് ഒരു ഡിഫിക്കൽട്ട് പീരീഡായിരുന്നു. കാരണം നമുക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊന്നും അറിയില്ല. ഹസ്ബൻഡിൻ്റെ ജോലി റിസൈൻ ചെയ്യണം, പിന്നെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് വെക്കേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വേറൊരു വലിയൊരു ടഫ് ടൈം എന്ന് വെച്ചാൽ വിസ കിട്ടി, ഓക്കെ ആയി, പക്ഷേ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഏജൻസിയിൽ നിന്ന് പറഞ്ഞു അങ്ങനെ പോവുകയാണെങ്കിൽ റെഫ്യൂസൽ വരും, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോവണ്ട, ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന്. ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഞാൻ ആദ്യം പോകണം. ഒറ്റയ്ക്ക് അത്ര ദൂരമൊന്നും പോയിട്ടില്ല ഞാൻ. അതും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നു, അതും പഠിക്കാനായിട്ട് മറ്റൊരു രാജ്യത്തോട്ട് വരുന്നു. ഭയങ്കര ഒരു ട്രാൻസിഷനായിരുന്നു. ഒരു നാട്ടിൻപുറത്തുകാരിയിൽ നിന്നും യു കെയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. എത്ര പേർക്ക് എന്നെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 2017 ഞാൻ ഗ്രാജുവേറ്റഡ് ആയതാണ്. അതിന് ശേഷം ഒരു 5 ഇയേഴ്സിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അതും വേറൊരു രാജ്യത്തോട്ട് വരുന്നു. നല്ല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഹസ്ബൻഡില്ല, കുട്ടിയില്ല, അതും അടുത്ത ഡിഫിക്കൽട്ടി. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് കോളേജിൽ പോകേണ്ടത് ഒന്നും അറിയില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യണം. എനിക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ പോലും അറിയില്ല. അപ്പം മനസ്സിലായല്ലേ എൻ്റെ ഒരു ലെവല്.
പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ നേരിട്ടേ പറ്റത്തുള്ളൂ. അള്ളാഹു തന്ന എന്തോ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാനിങ്ങ് എത്തി. ഇവിടെ വന്നു, കോളേജിൽ പോയി, വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും കുട്ടിക്കും വരാൻ പറ്റി. പിന്നെ പഠിത്തത്തിൻ്റെ കൂടെ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യണം. ഒരുപാട് ഡിഫറെൻറ്റ് ജോബ് ചെയ്തു. കോളേജിൽ അതിൻ്റെ കൂടെ പോയി, അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു, എക്സാം എഴുതി. ടോട്ടലി ഭയങ്കര ഡിഫറൻസാണ്. നമ്മൾ നാട്ടിൽ ചെയ്യുന്ന രീതിയേ അല്ല, നാട്ടിലെ പഠിത്ത രീതിയേ അല്ല. പിന്നെ കോഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 വർഷത്തെ കോഴ്സും 2 വർഷത്തെ സ്റ്റേ ബാക്കുമാണ് തരുന്നത്. കോഴ്സ് പാസ്സായാൽ മാത്രമേ നമുക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും പാസ്സാകുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു മുന്നിൽ. പാസ്സായി, അൽഹംദുലില്ലാഹ്. അതിനുശേഷമാണ് നമ്മൾ പഠിച്ച ഫീൽഡിൽ നമുക്കൊരു ജോലി ചെയ്യുക. പാർട്ട് ടൈം ജോബ് ചെയ്തപ്പം തന്നെ മതിയായി. ഒരിക്കലും അങ്ങനത്തെ ജോബ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാതെയായി. അതിൻ്റെ കൂടെ കുട്ടികളുടെ കെയറും പിന്നെ കുട്ടിയെ സ്കൂളിലാക്കലും നമ്മുടെ പഠിത്തവും നമ്മുടെ ജോലിയും എല്ലാം കൂടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യമായിരുന്നു. പിന്നെ നാട്ടിലെ പോലെയല്ല, നമ്മൾ ഷെയറിങ്ങിൽ താമസിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനായിരുന്നു. വന്ന അന്ന് തൊട്ട് എങ്ങനെയെങ്കിലും വിസ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ടാസ്ക്കായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ പ്രൊഫഷൻ വെച്ചിട്ട് പുള്ളിക്ക് വിസ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ വിസ കണ്ടുപിടിക്കണമെന്നുള്ള അടുത്ത ടാസ്ക് എൻ്റെ ലോട്ടെത്തി. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഞാൻ PSWയിൽ ഇരിക്കുമ്പം തന്നെ ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ, ഞാനൊരു നാട്ടിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പക്ഷേ എനിക്ക് അവിടെ നാട്ടിൽ 6 മാസമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞുണ്ടായതുകൊണ്ടും മറ്റു കുറേ സാഹചര്യങ്ങൾ കൊണ്ടും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സംഹൗ അൽഹംദുലില്ലാഹ് എനിക്ക് എൻ്റെ ഫീൽഡിൽ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറായിട്ട് ഇവിടുത്തെ ഒരു NHSൽ ജോലി കിട്ടി. ജോലി കിട്ടിയതിനോടൊപ്പം തന്നെ എനിക്ക് വിസയും കിട്ടി. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ് സെക്യൂറായി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 4 വർഷമായി. ഇന്നിപ്പം 2026 4 വർഷമായി. അൽഹംദുലില്ലാഹ് ബാക്കിലോട്ട് നോക്കുമ്പം ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിൽ നമുക്ക് ആ സ്ട്രഗിൾസിനെ എല്ലാം നേരിടാൻ പറ്റി. ഇപ്പോഴത്തെ സാഹചര്യം ഒരുപാട് മാറി കേട്ടോ. റൂളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വിസയിൽ ഓരോ ദിവസം വിസ റൂളുകൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മൈഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും അറിയില്ല, എവിടുന്നോ ഒരു വിശ്വാസമുണ്ട്. ഇതുവരെ പടച്ചോൻ തുണച്ചതുകൊണ്ട് ഇനിയും തുണയ്ക്കും എന്നുള്ളൊരു വിശ്വാസം. ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, 100% ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പടച്ചോൻ നമ്മുടെ കൂടെ നിൽക്കും, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ നമുക്കത് നേടാനും പറ്റും. പക്ഷേ നമ്മൾ എഫേർട്ട് ഇടണം. നമ്മുടെ എഫേർട്ട് അനുസരിച്ചിട്ടാണ് നമുക്കതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ.